ഫൈനലിലേക്ക് വരുമ്പോൾ ഷെഫാലി ആ താരം കാത്തിരുന്ന നിമിഷം ഒരുപക്ഷെ ഇത്ര നാളും ഷെഫാലിയെ വിമർശിച്ചവരുണ്ടാവും. ഈ ഒരു ഒറ്റ ഇന്നിങ്സ് ഇനി കരിയറിലുടനീളം ഷെഫാലിക്ക് ഈ ഒരു ഒറ്റ ഇന്നിങ്സ് മതി. 87 റൺസും 2 വിക്കറ്റും ചരിത്രത്തിലേക്ക് തന്നെയാണ്. ഒരു റീപ്ലേസ്മെന്റ് എങ്ങനെ ഇന്ത്യക്ക് ഗുണമായി എന്നുള്ളത് തന്നെയാണ്. പ്രതിക ഈ ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ താരമാണ്, സ്മൃതിക്ക് വലിയ പിന്തുണ നൽകിയ താരമാണ്. പക്ഷേ പരിക്കിന്റെ രൂപത്തിൽ ലോകകപ്പിൽ നഷ്ടമായെങ്കിലും ലോകകപ്പിലെ ശേഷിച്ച മത്സരങ്ങൾ നഷ്ടമായെങ്കിലും പറ്റിയൊരു റീപ്ലേസ് തന്നെയാണ് വന്നത്. ആ റീപ്ലേസ്മെന്റ് ഇന്ത്യക്ക് ലോക കിരീടമാണ് സമ്മാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഫൈനലിന്റെ താരമായി മാറുകയാണ് ഷെഫാലി. പക്ഷേ ആർക്കായിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ദീപ്തി ശർമ്മയ്ക്കാണോ അതോ ഷെഫാലിക്കാണോ എന്നുള്ളതാണ്. ഷെഫാലി 2 വിക്കറ്റും 87 റൺസുമെങ്കിൽ ദീപ്തി ശർമ്മ 5 വിക്കറ്റും 50 റൺസും നേടുകയാണ് ചെയ്തത്. ദീപ്തി തന്നെയായിരിക്കും ഒരുപക്ഷെ ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷം, ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഇന്ത്യ ലോക കിരീടം ചൂടുന്നു വനിതാ ടീം എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്ത് ഇന്ത്യ 2011 ലോകകപ്പ് നേട്ടത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ സ്വന്തം നാട്ടിൽ മുംബൈ വാങ്കഡയിലുള്ള ധോണിയുടെ ആ വലിയ 6 അത് കണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെ ഒരു തകർപ്പൻ ക്യാച്ചോടുകൂടിയാണ് ഇന്നത്തെ മത്സരം അവസാനിക്കുന്നത്. മുംബൈ തന്നെയാണ്, മുംബൈ വാങ്കഡയിലെങ്കിൽ ഇത് നവി മുംബൈയിലാണ് ഈ മത്സരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിമിഷം, ആഹ്ലാദം. ഈ രാത്രി പലർക്കും ഉറങ്ങാനാവില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ ആ ആഘോഷത്തിൻ്റെതാണ്. രാജ്യമെമ്പാടും 140 കോടി ജനതയും ആഘോഷിക്കുകയാണ് ഈ ചരിത്ര നിമിഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.